പുണ്യശ്ലോകൻ പനങ്കുഴക്കൽ വല്യച്ഛന്റെ 469 ചരമവാർഷികത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. നവംബർ 5-നാണ് കുറവലങ്ങാട്ട് ചരമവാർഷിക ആചരണ പരിപാടികൾ നടക്കുന്നത്. പുരാതനമായ പള്ളിവീട് കുടുംബത്തിന്റെ ഒരു ശാഖയായ പനങ്കുഴക്കൽ കുര്യന്റെയും കുടമാളൂർ ഇടവക കുത്തുകല്ലുങ്കൽ ഏലിയുടെയും മകനായി 1479 ജനിച്ച യാക്കോബാണ് വല്യച്ഛൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. തന്റെ പിതൃസഹോദരനും കുറവലങ്ങാട്ട് പള്ളിയുടെ വികാരിയുമായിരുന്ന വലിയ കുര്യപ്പച്ചൻ വൈദികന്റെ കൂടെ പള്ളിമുറിയിൽ താമസിക്കുകയും വൈദിക വൃത്തിക്ക് ആവശ്യമായ പരിശീലനം വലിയ കുര്യപ്പച്ചനിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് 1502 ചെറിയത് യാക്കോബ് പുരോഹിതനായി ശുശ്രൂഷ ആരംഭിച്ചു. മാറി യാക്കോബ് മെത്രാനിൽ നിന്ന് പട്ടം സ്വീകരിച്ചതായാണ് വിശ്വസിച്ചു പോരുന്നത്. വൈദികനായി അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ യാക്കോബച്ചൻ കുറവലങ്ങാട് പള്ളി വികാരിയായി ചുമതലയേറ്റു. അക്കാലത്താണ് പ്രസിദ്ധമായ ആനവാതിൽ സംഭവം നടക്കുന്നതും തുടർന്ന് ആനവാതിൽ ചക്കര നേർച്ച ആരംഭിക്കുന്നതും. ആനവാതിൽ സംഭവത്തിന് ശേഷം കുറവലങ്ങാട്ട് പള്ളിയിലെ 3 നോയമ്പ് തിരുനാളിന് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്നും ദേവസ്വം വക ആനയെ അയക്കുകയും അതിനു പകരമായി ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കുറവലങ്ങാട് പള്ളിയിൽ നിന്നും മുത്തുകുടകൾ കൊടുത്തയക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന ഈ വലിയ മതസൗഹാർദ്ദത്തെ പറ്റി 1938 അന്നത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർ കുറവലങ്ങാട്ട് വന്നപ്പോൾ കുറവലങ്ങാട്ടെ പൗരാവലി അദ്ദേഹത്തിന് നൽകിയ മംഗളപത്രത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിരുന്നത് ചരിത്ര പശ്ചാത്തലം വിളിച്ചോതുകയാണ്. ആന എഴുന്നള്ളിപ്പും ആനവായിൽ ചക്ര നേർച്ചയും ഇന്നും നിലനിന്നു പോരുന്നുണ്ട്. ഉദരരോഗങ്ങൾ പ്രത്യേകിച്ച് നോവ് സുഖപ്പെടുന്നതിന് ഒരു പ്രത്യേക സിദ്ധി ചെറിയത് യാക്കോബച്ചനിൽ ഉള്ളതായി ജനങ്ങൾ അന്ന് വിശ്വസിച്ചു പോന്നിരുന്നു. ഇപ്പോഴും വല്യച്ഛന്റെ ശ്രാദ്ധദിനത്തിൽ നേർച്ചവീട്ടിൽ പങ്കെടുക്കുന്നവരെല്ലാം ഈ വിശ്വാസം വെച്ചു പുലർത്തുന്നുമുണ്ട്. വല്യച്ഛൻ അവസാന കാലഘട്ടം കുടമാളൂർ പള്ളിയിലാണ് കഴിച്ചുകൂട്ടിയത്. അവിടെ താമസിച്ചിരുന്ന കാലത്ത് ധാരാളം ഉദരരോഗികളെ പ്രാർത്ഥനയാൽ സുഖപ്പെടുത്തിയതായി വിശ്വസിപ്പിക്കപ്പെട്ടു പോരുന്നു. കത്തോലിക്ക സഭ ഔദ്യോഗികമായി വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ കേരള ക്രൈസ്തവർ തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായി കരുതി പോരുന്ന പുണ്യപുരുഷനാണ് പനങ്കുഴക്കൽ വല്യച്ഛൻ. വല്യച്ഛന്റെ ചരമദിനം ഒക്ടോബർ 26 ആണെങ്കിലും ജൂലിയൻ കലണ്ടറിൽ നിന്ന് ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് വന്ന മാറ്റം കണക്കാക്കി ചരമവാർഷികം നവംബർ 5-നാണ് ആചരിക്കുന്നത്. വല്യച്ഛന്റെ നേർച്ചസാദം 468 വർഷമായി ഇന്നും മുടങ്ങാതെ കൊണ്ടുപോരുന്നു എന്നത് അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാർക്ക് എന്നും അഭിമാനത്തിന്റെ വലിയ വക നൽകുന്നുണ്ട്. ഈ വർഷം നവംബർ 5-ന് തിങ്കളാഴ്ച വല്യച്ഛന്റെ 469 ചരമവാർഷിക ആചരണമാണ് നടക്കുന്നത്. നവംബർ 4-ന് ഞായറാഴ്ച വൈകിട്ട് 6-ന് കുറവലങ്ങാട്ട് പള്ളിയകത്തുള്ള കബറിടത്തങ്ങൾ അനുസ്മരണ പ്രാർത്ഥനകളും ഒപ്പീസ് നടക്കും. വല്യച്ഛന്റെ കുടുംബാംഗങ്ങളും വിശ്വാസികളും കബറിടത്തങ്ങൾ കത്തി നിൽക്കുന്ന 7 ഓട്ടുനിലവിളക്കിൽ എണ്ണ പകർന്ന പ്രത്യേക പ്രാർത്ഥനകൾക്ക് സാക്ഷ്യം വഹിക്കും. തുടർന്ന് കുറവലങ്ങാട് ദേവമാതാ കോളേജ് ജംഗ്ഷനിലുള്ള സ്മാരക പാർക്കിൽ യതീഞ്ഞും നടക്കും. ശ്രാദ്ധ ദിവസം നവംബർ 5-ന് തിങ്കളാഴ്ച രാവിലെ 7:30-ന് കുറവലങ്ങാട് പള്ളിയിൽ ആഘോഷമായ റാസകുർബാനയും കബറിടത്തങ്ങൾ ഒപ്പീസും നടക്കും. ഉച്ചയ്ക്ക് 12-ന് പനങ്കുഴക്കൽ കുടുംബത്തിന്റെ ശാഖയായ പുന്നാപ്പള്ളിയിൽ വീട്ടിൽ വെച്ച് നേർച്ച ശ്രാദ്ധവും നടക്കും. നേർച്ച കാഴ്ചകൾക്ക് സ്മാരക പാർക്കിലും പള്ളിയകത്തുള്ള കബറിടത്തെങ്കിലും വിപുലമായ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്.